ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു വർഷം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്ന് എൻ്റെ ഫോണിൻ്റെ ഗാലറിയൊക്കെ ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ചാനലിലൊന്ന് ഇടണമെന്ന് തോന്നി. അച്ഛൻ ഞങ്ങൾ വിട്ടുപോയിട്ട് ഒരു വർഷം ആയി കേട്ടോ. കഴിഞ്ഞ വർഷം മാങ്ങ ഉണ്ടായ സമയത്ത് ആദ്യമായിട്ട് ഈ മാവ് പൂത്തത്, നിറച്ച് മാങ്ങ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതെന്ത് തരം മാങ്ങയാണെന്നറിയാം എന്നും പറഞ്ഞുകൊണ്ട് ദേവൂട്ടനെയും കുഞ്ഞുണ്ണിനെയൊക്കെ വിളിച്ചുകൊണ്ട് അച്ചായി പോയി മാങ്ങ പറിക്കുന്നതാണ്. ഏറെ മാങ്ങ ഉണ്ടായിരുന്നു, നല്ല മുഴുത്ത മാങ്ങ. അത് ഏത് ഇനം മാങ്ങയാണെന്ന് നമുക്കറിയില്ല കേട്ടോ, എനിക്കറിയത്തില്ല അത് ഏതിനമാണെന്ന്. നമുക്കത് കഴിച്ചു നോക്കാൻ പോലും പറ്റിയില്ല. പറിച്ചു വെച്ചിട്ട് 1-2 മാങ്ങ മാത്രമേ, അത് നന്നായിട്ട് പഴുക്കാതെയായിരുന്നു കഴിച്ചത്. അപ്പോഴേക്കും അത് പഴുക്കണതിന് മുമ്പ് തന്നെ അച്ഛന് വയ്യാതെ വന്നു. ഒരു 3-5-6 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ നമ്മളെ വിട്ടു പോവുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സങ്കടത്തിലൊക്കെ ആയിരുന്നുകൊണ്ട് പിന്നെ മാങ്ങയെ പറ്റിയൊന്നും ആരും ഓർത്തുമില്ല, ആരും കഴിച്ചൊന്നുമില്ല. മക്കളിതേ മാങ്ങയെല്ലാം പിറക്കി കൂട്ടുകയാണ് കേട്ടോ. നല്ല മാങ്ങയായിരുന്നു. ഈ വർഷമാണെങ്കിൽ അതൊട്ട് പൂത്തിട്ട് പോലുമില്ല. പിന്നീട് അതിൽ മാങ്ങ ഉണ്ടായിട്ടില്ല. ഇത് നമ്മുടെ വീഡിയോയിലൊക്കെ കാണുന്ന വയലാണ് കേട്ടോ. വയലിനോട് ചേർന്നുള്ള ചിറയിലാണ് ഈ മാവ് നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന സമയമാണ്. കണ്ടോ അതിൻ്റെ ഭംഗി കണ്ടോ. നല്ല കൊയ്ത്ത് കഴിഞ്ഞെങ്കിലും അടർന്നു വീണ നെല്ലെല്ലാം ആണ് വയലിൽ കിളുത്ത് നിൽക്കുന്നത്. ഞങ്ങളുടെ ചെറുപ്പ സമയത്ത് കുഞ്ഞൻ വെച്ച മാവുകളും പ്ലാവുകളും ഒക്കെയാണ് കേട്ടോ ആ ചിറയിലുള്ളത്. മാന്തൈകളും ലാന്തൈകളും എല്ലാം കൊണ്ടുവന്ന് ആ ചിറയുടെ അരികുതൂറും ഇങ്ങനെ അതിരുതോറും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പിച്ചൊക്കെ അന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് എല്ലാം അടുപ്പിച്ചൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. ഇപ്പം അതെല്ലാം വലുതായി കായ്ക്കുന്ന പരുവമായിട്ടുണ്ട് കേട്ടോ. ഇതേ മക്കൾ മാങ്ങയെല്ലാം കൂടെ സഞ്ചിയിലൊക്കെ വാരി നിറയ്ക്കുന്നുണ്ട്. ആ ഒരു സഞ്ചി നിറച്ചും മാങ്ങ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അച്ഛൻ ഇനി പറിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാങ്ങ പറിക്കലൊക്കെ നിർത്തി മക്കളുമായിട്ട് വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അവൾ കിറ്റിൽ നിറച്ചതെല്ലാം സഞ്ചിയിലോട്ടാക്കുവാണ്. ആ ഒരു സഞ്ചി നിറച്ചും ആ വർഷം മാങ്ങ ഉണ്ടായിരുന്നു. ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ.